ഹലോ അസ്സലാമു അലൈക്കും. വീണ്ടും ഷീ മാഗസിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് ബെഡ്റൂം ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. കുറച്ചായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ് കേട്ടോ ഇതൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാന്നുള്ളത്. ഞാൻ ഇപ്രാവശ്യത്തെ നോമ്പിന് നമ്മൾ നനച്ചുളിക്കൊന്നും കാര്യമായിട്ട് ഡീപ്പായിട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്ന് സർഫസ് കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് പോയതായിരുന്നു. കാരണം ഈ പ്രാവശ്യത്തെ നോമ്പും നനച്ചുളിയൊക്കെ ഒരു കഥയായിരുന്നു. കുറച്ച് ബിസി ആയിരുന്നു, വീട്ടിലില്ലായിരുന്നു കുറേ ദിവസം. അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നോമ്പ് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാമല്ലോ, വൃത്തിയായിട്ട് ഇരുന്നാൽ മതിയല്ലോ എന്ന് ആലോചിച്ചിട്ട് നോമ്പ് കഴിഞ്ഞൊന്ന് ഫ്രീ ആയതിന് ശേഷം കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഫ്രീ ഉള്ള ദിവസമൊന്നുമല്ല, ഡ്യൂട്ടിക്ക് പോയി വന്നതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു മൂഡാണ് എല്ലാം ചെയ്യാനായിട്ട്, അപ്പോൾ അതങ്ങോട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് നമ്മളെ ബെഡ്റൂമിലുള്ള ഒരു കബോർഡാണ്. നമുക്കിങ്ങനൊരു കുഞ്ഞ് സ്പേസ് വന്നപ്പം അതിങ്ങനെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആക്കി മാറ്റാണ്. ഈ കബോർഡിൽ ഞാൻ അധികവും വെക്കുന്നത് എപ്പോഴും യൂസ് ആക്കാത്ത സാധനങ്ങളുണ്ടാവില്ല, നമ്മൾ വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അത് ഒക്കെ വെക്കുന്നതാണ് കേട്ടോ ഞാൻ ഈ കബോർഡിൽ. ഇപ്പോൾ അതാ എൻ്റെ ഫാർമസി ടൈമിൽ പഠിച്ച ബുക്കുകളൊക്കെ കേട്ടോ അതിൽ കാണുന്നതിൽ അധികം ഉള്ളത്. പിന്നെ അതാ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാത്ത ബ്ലാങ്കറ്റ്സ്, എക്സ്ട്രാ പില്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ് കേട്ടോ ആ കബോർഡിലുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ താഴ്ഭാഗത്ത് നമ്മളെ ഡ്രസ്സിങ് ഏരിയ ഭാഗത്തുള്ള ആ ഷെൽഫുകളും ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തു. പിന്നെ അതാ ഏതായാലും ക്ലീൻ ചെയ്യാനാണല്ലോ, അപ്പം നമ്മൾ ഈ ഒരു മിററും കൂടി തുടച്ചെടുക്കുകയാണ്. എല്ലാം ഞാൻ ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതാകുമ്പോൾ എല്ലാ പൊടി നല്ല വൃത്തിക്ക് ഇങ്ങോട്ട് പോകുന്നോളും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൈക്രോ ഫൈബർ ആണെങ്കിലും ഒന്ന് കൂടുതൽ ക്ലോത്ത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളൊരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് ഇടയ്ക്ക് പോയിട്ട് അതൊന്ന് ഒലുമ്പി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതാ ഇതിൻ്റെ താഴ്ഭാഗത്തും ഇതേപോലെ ഒരു കബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ ഇതേപോലെ തന്നെ കേട്ടോ. അത് പിന്നെ എപ്പോഴും യൂസ് ആക്കാത്തതല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതിൻ്റെ അടിയിലുള്ളത്. ഇതെൻ്റെ നെബുലൈസർ ആട്ടോ. ഇടയ്ക്ക് ഒരു തണുപ്പ് ഇങ്ങോട്ട് വരുന്ന സമയത്തുണ്ടാകും ഒരു ശ്വാസം മുട്ടലൊക്കെ വരാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച ഒരു സംഭവം കേട്ടോ. ഭയങ്കര എനിക്ക് ആ സമയത്തൊരു സേവിയർ പോലെ തന്നെയാണ് ഈ നെബുലൈസർ. അലർജിയും ശ്വാസം മുട്ടലുള്ളവർക്ക് മനസ്സിലാകും. ഞാനൊരു ശ്വാസം മുട്ട രോഗിയൊന്നുമല്ല കേട്ടോ, പക്ഷേ കഫക്കെട്ടൊക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ്. എവിടെ നോക്കിയാലും കുറേ പുസ്തകത്തിൻ്റെ അട്ടി കാണാം. ഒരുപാട് ബുക്സ് ഉണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ, ബുക്സ്, ഡയറി, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ ഇതെൻ്റെ ജ്വല്ലറി ബോക്സുകളാട്ടോ ഇപ്പം ഞാൻ കാണിച്ചത്. ഈ ഒരു ഷെൽഫിൽ അതാണുള്ളത്. പിന്നെ എൻ്റെ ലോഷൻസ്, ടോണർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കാരണം മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറേ സ്ഥലം വേണമല്ലോ ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴത്ത് വെച്ചു, പെട്ടെന്ന് എടുക്കാനും പറ്റുന്ന ഒരു ഏരിയ ആണല്ലോ. അപ്പോൾ അത് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ക്ലീൻ ആക്കി. പിന്നെ അതാ ഈ AC ഒന്ന് മുകളിൽ കൂടി ഒന്ന് തുടയ്ക്കുന്നേ ഉള്ളൂ. ഇതിപ്പോൾ അടുത്തൊന്ന് ഫിൽറ്ററൊക്കെ ഊരി ക്ലീൻ ചെയ്തതാണ്. എന്നാലും എല്ലായിടത്തും ക്ലീൻ ചെയ്യുമ്പം ഇയാളെ മാത്രം ഒഴിവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പം ACൻ്റെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജനലുകളൊക്കെ ഒന്ന് തുടയ്ക്കുകയാണ്. ജനലിൻ്റെ ഗ്രില്ലും അതിൻ്റെ കട്ടില, പിന്നെ ആ ജനൽപ്പടി, അതെല്ലാം ഒന്ന് നന്നായിട്ട് നനച്ച് തുടയ്ക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നല്ല വെയിലൊക്കെ ഉണ്ട്, മഴയൊക്കെ ലേശം ഒന്ന് മാറിക്കണ സമയമാണ്. അപ്പോൾ എന്താ ജനലിൻ്റെ ഉൾഭാഗമൊക്കെ തുടച്ചതിന് ശേഷം കേർട്ടൻ താത്തിയിട്ട് കേർട്ടൻസും ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് എന്താ മാസ്ക് ഇട്ടുന്നില്ലേ, പൊടി അടിച്ചപ്പം അലർജി പുറത്തോട്ട് വന്നു, തുമ്മലായിരുന്നു. അപ്പം ഞാൻ ഓടിപ്പോയി, കുട്ടികളെ മാസ്ക് ആയിരുന്നു ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്, അതെടുത്ത് വെച്ചു കേട്ടോ. പിന്നെ അത് ആ കേർട്ടൻസിൻ്റെ മുകളിൽ കൂടിയൊക്കെ ജസ്റ്റ് തുടച്ചു. ക്രീം കളറാണ്, അതുകൊണ്ട് പെട്ടെന്ന് പൊടി പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടാണ്. അപ്പം നനച്ച് തുടയ്ക്കുക. ഏതൊരു ഏരിയ ആണെങ്കിലും ക്ലീൻ ചെയ്ത് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് വെച്ചാൽ ഓരോ ഏരിയ ബൈ ഏരിയ ആയിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം വിട്ടു പോകുന്നൊരു പ്രശ്നമില്ല കേട്ടോ. അപ്പം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആയിരുന്നു നമ്മുടെ ആ ഡ്രസ്സിങ് ഏരിയയുടെ മുകളിലുള്ള കബോർഡ്. അത് ഞാൻ ഫസ്റ്റ് തന്നെ ക്ലീൻ ചെയ്തു.
പിന്നെ ഞാൻ താഴോട്ടേക്ക് ഇറങ്ങി ആ ഒരു ഏരിയ ക്ലീൻ ചെയ്തു. പിന്നെ 2 ജനലുകൾ, അങ്ങനെ ഏരിയ ബൈ ഏരിയ ആയിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഭാരമുള്ള മാതിരിയും തോന്നില്ല. എല്ലാം വാരി വലിച്ച് അവിടെയും കുറേ തുടച്ച് ഇവിടെയും കുറേ തുടച്ച് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര റഷായിട്ട് തോന്നും, കുറേ ഉള്ള മാതിരി തോന്നും, തീരാത്ത മാതിരിയൊക്കെ തോന്നും. അപ്പം ഓരോ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ എപ്പോഴും ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫർണിച്ചറായിട്ട് ഞാനിപ്പോൾ അലമാരി മാത്രമേ തുടയ്ക്കുന്നുള്ളൂ. കട്ടിലിൻ്റെ മുകളിൽ അത്ര വലിയ പൊടിയൊന്നുമില്ല. ഇത് അലമാര പിന്നെ എപ്പോഴും തുറക്കുന്നതും പൂട്ടുന്നതും കൊണ്ട് അതിൻ്റെ മുകളിൽ അത്യാവശ്യം പൊടിയും അഴുക്കെന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെ അലമാര ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം, നിങ്ങളത് കണ്ടു നോക്കുക കേട്ടോ. അലമാര ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്പം നമ്മളെല്ലാവരും വീട്ടിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾ റൂമിൽ ഈ ബാത്റൂമിൻ്റെ അടുത്തുള്ള ഈ സ്വിച്ച് ബോർഡിൻ്റെ ഭാഗം എപ്പോഴും ചളി പിടിച്ചതായിട്ടായിരിക്കും കാണുക. ഇപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് ചളി പിടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഈ വീഡിയോയിൽ അങ്ങനെ അത്ര വിസിബിൾ അല്ല, പക്ഷേ നമ്മൾ നേരിട്ട് നോക്കുമ്പം ഒരു ചളി പിടിച്ച പോലെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ അതും കൂടി ഒന്ന് നനച്ച് തുടയ്ക്കുകയാണ്. സ്വിച്ച് ബോർഡിൻ്റെ ഭാഗമൊക്കെ തുടയ്ക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഷോക്ക് അടിക്കാണ്ട് സൂക്ഷിക്കുക, നമ്മുടെ സേഫ്റ്റി ശ്രദ്ധിക്കുക. പിന്നെ നമ്മളവിടുത്തെ പെയിൻറ്റിൻ്റെ ഗുണമാണ് തുടച്ച് കഴിഞ്ഞാൽ ചളി പോകുന്ന, പെയിൻറ്റ് പോകാത്ത ടൈപ്പ് പെയിൻറ്റാണ് കേട്ടോ നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ചളി ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കറ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ല നനഞ്ഞ തുണി വെച്ച് നന്നായിട്ടൊന്ന് തുടച്ച് കഴിഞ്ഞാൽ എല്ലാ ചളിയും പോയി നല്ല ഫ്രഷ് ലുക്കായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള സ്വിച്ച് ബോർഡും കൂടി സ്വിച്ച് ബോർഡിൻ്റെ ആ ഒരു ഏരിയയും കൂടി ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കി കേട്ടോ. പിന്നെ ബാക്കിയുള്ള അപ്പം ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് അടിച്ചു വാരണം, തുടയ്ക്കണം, ഇനി അതും കൂടിയേ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ ടൂൾസ്, അതായത് ഫാനൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ആ ടേബിളൊക്കെ അങ്ങോട്ട് കൊണ്ടിട്ടത്. പിന്നെ കബോർഡിൻ്റെ മുകളിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ അതൊക്കെ ആദ്യം അങ്ങോട്ടേക്ക് റിമൂവ് ചെയ്തു കേട്ടോ. പിന്നെയാണ് കട്ടിലിങ്ങോട്ട് നീക്കി ഞാൻ അടിക്കാൻ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ലോഡ് ചണ്ടി ഞാൻ കാണുന്നത്. ഇതെങ്ങനെ ഇത്രയും തോന്നും ചണ്ടി, അതായത് ഈ ചുമരിനോട് അടുപ്പിച്ചിട്ടാണ് ഈ നമ്മുടെ കട്ടിലിട്ടിട്ടുള്ളത്. എന്നിട്ടും ഇതെങ്ങനെ ഇത്ര തോന്നെ ചണ്ടി ഇതിൻ്റെ ഉള്ളിൽ വന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബേബീൻ്റെ കുറേ ടോയ്സ് ആട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി, ബാക്കിയൊക്കെ ഉള്ള ചണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണമല്ലോ. അപ്പം അതും ഞാൻ നന്നായിട്ടൊന്ന് ആ ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്തു. ആ ചണ്ടികളൊക്കെ ആദ്യം തന്നെ എടുത്ത് ഒഴിവാക്കി കേട്ടോ. ഇത് ഞാൻ നന്നായിട്ട് അടിച്ചു വാരിയിട്ട് പുറത്തോട്ടേക്ക് ഇടില്ല, കാരണം ഞാൻ ഈ റൂം മാത്രമാണല്ലോ ക്ലീൻ ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഞാൻ രാവിലെ ക്ലീൻ ചെയ്തിട്ടതാണ്. അപ്പം എല്ലാം കൂടി ഞാൻ അടിച്ചു വരില്ല, ഈ റൂം മാത്രമാട്ടോ ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പം എല്ലാ ഭാഗവും ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ച് തുടയ്ക്കുകയാണ്. ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എല്ലാ മുക്കും മൂലയും ഇതൊന്നും ഞാൻ ഡെയിലി തുടയ്ക്കുന്ന സമയത്തൊന്നും മോപ്പെത്താത്ത ഏരിയകൾ തന്നെ കേട്ടോ. എന്നെ ജഡ്ജ് ചെയ്യരുത്, കാരണം നമ്മളൊന്ന് അങ്ങനെ അങ്ങ് തുടച്ച് പോവുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനത്തെ അരുവും മൂലയൊക്കെ ഒന്ന് ക്ലീനായി കിട്ടുക. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു. ഒന്നും കൂടുതൽ തവണ തുടയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പം നമ്മൾ കണ്ടുപെടാത്ത പൊടികളോ ചളികളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഇങ്ങോട്ട് പോരുമല്ലോ, കാരണം എല്ലാ ഭാഗമൊന്നും തട്ടി വൃത്തിയാക്കിയതുകൊണ്ട് നന്നായിട്ട് പൊടി ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബെഡ്റൂം ഡീപ്പ് ക്ലീനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഒരു 3-4 മാസം കൂടുമ്പം ബെഡ്റൂംസൊക്കെ ഇതേപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് നമ്മളെ വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.